എങ്കിൽ പോലും ഞാൻ എന്താ പറയേണ്ടത്? അതിനൊന്നും ഞാൻ മറുപടി പറയാനില്ല. അതിനൊന്നും മറുപടി പറയാനില്ല. ഞങ്ങൾ എടുത്തതുപോലെ ഒരു നടപടി ആരെടുത്തിട്ടുണ്ട്? ആദ്യം ഒരു പരാതി പോലും കിട്ടുന്നതിന് മുമ്പ് സസ്പെൻഡ് ചെയ്തു. പിന്നീട് KPCC പ്രസിഡന്റ് പരാതി കിട്ടിയപ്പോൾ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി. മന്ത്രി രാജീവിനോട് പോയി സ്വന്തം പാർട്ടിയിൽ എത്ര പേരുണ്ടെന്നൊന്ന് അന്വേഷിക്കാൻ പറഞ്ഞു. അത് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ള അധികാരം ഞങ്ങൾക്കില്ലല്ലോ. ഞങ്ങളുടെ പാർട്ടിയിലല്ലല്ലോ അദ്ദേഹം. ഞങ്ങളുടെ പാർട്ടിയിലല്ലല്ലോ, പുറത്തല്ലേ. ഞങ്ങളെങ്ങനെയാണ് ആവശ്യപ്പെടുന്നത്? ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ള അധികാരം ഞങ്ങൾക്കില്ല. ഞങ്ങളുടെ പാർട്ടിയിൽ നിന്ന് പുറത്താണ് നിൽക്കുന്നത്. അല്ല, അതൊക്കെ നിയമപരമായ ഏത് വഴികളിലൂടെ പോകുന്നതിനും നിയമത്തിന്റെ വഴിക്ക് പോകും. ഈ കാര്യത്തിലൊക്കെ എന്താ നിലപാട് കേരളത്തിലെ ഓരോ കുഞ്ഞുങ്ങൾക്കും അറിയാലോ. പിന്നെ നിങ്ങൾ എന്തിനാ എന്നോട് ചോദിക്കുന്നു? നിങ്ങൾക്കറിയാലോ. ഇതിന്റെ പേരിൽ എന്തുമാത്രം വ്യക്തിപരമായി വേട്ടയാടപ്പെട്ട ഒരാളാണ് ഞാൻ. അപ്പയൊന്നും കുലുങ്ങിയില്ലല്ലോ. ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ എന്റെ നിലപാട്. എന്തിനാ നിങ്ങൾ ചോദിക്കണം? എന്റെ നിലപാട് കേരളത്തിലെ കുഞ്ഞുങ്ങളോട് ചോദിച്ചാൽ ഇക്കാര്യത്തിലുള്ള എന്റെ നിലപാട് പറയും. ഇപ്പൊ ഞാൻ എന്ത് വേറെ നോ കമന്റ്സ്. ഞാൻ ഇനി ഒന്നും പറയാനില്ല. ചെയ്യാനാണ് ഈ കാര്യത്തിൽ ഉണ്ടായിരുന്നത്. അത് നേരത്തെ തന്നെ ചെയ്തു. എന്റെ പാർട്ടി ചെയ്തു, ഞാനല്ല. എന്റെ പാർട്ടി ചെയ്തു. അപ്പ ആലോചിക്കും. വരട്ടെ, സാങ്കല്പിക ചോദ്യമല്ലേ. വരട്ടെ, വരുമ്പോ അപ്പ ആലോചിക്കാൻ ഞാനല്ലല്ലോ പറയേണ്ടത്. പാർട്ടിയല്ലേ തീരുമാനമെടുത്ത് പറയേണ്ടത്. ഇതുമായി ബന്ധപ്പെട്ട ഒരു തീരുമാനവും ഞാൻ ഒറ്റയ്ക്കെടുത്തതല്ല. എല്ലാം പാർട്ടി ഒരുമിച്ചെടുത്ത തീരുമാനം, ആലോചിച്ചെടുത്ത തീരുമാനം. ഞാൻ നോ കമന്റ്സ്. ഞാൻ അതിനെ കുറിച്ച് ഒരു കമന്റും പറയാം. ഈ കൊച്ചി മേയർ കഴിഞ്ഞ ദിവസം നടത്തിയ ഒരു പരാമർശം ലത്തീൻ സഭയുടെ ഉറച്ച നിലപാട് കൊണ്ടാണ് എനിക്ക് മേയർ സ്ഥാനം കിട്ടിയതെന്ന്, അതൊരു ഉചിതമായി? ഒന്നാമത്തെ അല്ല, അത് യഥാർത്ഥത്തിൽ ഈ ഞങ്ങളെല്ലാം ലീഡർഷിപ്പിലിരിക്കുന്നത് എന്നോടോ DCC പ്രസിഡന്റിനോടോ എറണാകുളം ജില്ലയിലെ മുതിർന്ന നേതാക്കന്മാരോടോ ഒരു സഭയും ആവശ്യപ്പെട്ടിട്ടില്ല ഒരാളെ മേയറാകാൻ പറഞ്ഞിട്ട്. ഒരു സഭയും ആവശ്യപ്പെട്ടിട്ടില്ല. ലത്തീൻ സഭ പ്രത്യേകിച്ച് ഞങ്ങൾക്ക് അവരുമായിട്ടൊക്കെ ആ സഭാ അധ്യക്ഷന്മാരുമൊക്കെ ആയിട്ട് നല്ല വ്യക്തിപരമായി ബന്ധമുള്ളതാണ്. അവരൊരിക്കലും അസംബ്ലി സീറ്റിൽ പോലും അവർ സ്ഥാനാർത്ഥിയെ നിർത്തണമെന്നോ സ്ഥാനാർത്ഥിയുടെ പേരോ പറയാത്ത ആളുകളാണ്. പ്രത്യേകിച്ച് എറണാകുളം, കോട്ടപ്പുറം, കൊച്ചി രൂപതകളിലൊക്കെയുള്ള ലത്തീൻ സഭകളിൽ അവരൊരിക്കലും പറഞ്ഞിട്ടില്ല ഞങ്ങളോട്. മാത്രമല്ല അവർ ഈ സമുദായ അംഗമല്ലല്ലോ. പിന്നെ എന്താ ഈ വിവാദം? അവരാ സമുദായത്തിലെ അംഗമല്ല, പിന്നെ എന്തിനാണ് വിവാദം? അത് നമ്മൾ ചെന്നിട്ടിപ്പോൾ ഞാൻ ലത്തീൻ സഭയുടെ നിങ്ങൾ ഞങ്ങൾക്ക് നൽകുന്ന പിന്തുണയിൽ പൂർണ്ണമായ സന്തോഷമുണ്ട്. ഇപ്പം നമ്മൾ ഒരു ഇലക്ഷൻ ജയിച്ചിട്ട് ചെല്ലുമ്പോൾ പറയണം. അത് ഇന്നത്തെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ അത് വേറെ രീതിയിൽ തെറ്റിദ്ധരിക്കപ്പെട്ടാണെന്നല്ലേ. അല്ലെങ്കിൽ അവിടെ ചെല്ലുമ്പോൾ നിങ്ങളൊക്കെ നൽകിയ ഇതിന് പൂർണ്ണമായ സന്തോഷമുണ്ടെന്ന് എല്ലാ സമുദായങ്ങളും പോവും. അവർ പറഞ്ഞപ്പോൾ അത് വൈകാരികമായി പറഞ്ഞതാണ്. ആ സഭയുടെ ഭാഗത്ത് നിന്നും ഞങ്ങളോടല്ലേ പറയേണ്ടത്. ഒന്നുകിൽ എന്നോട് പറയണം, അല്ലെങ്കിൽ DCC പ്രസിഡന്റിനോട് പറയണം, അല്ലെങ്കിൽ ജില്ലയിലെ ഏതെങ്കിലും മുതിർന്ന നേതാക്കന്മാരോട് പറയണം. അവരെ വലിച്ചടക്കരുത്. കാരണം അവരെ ഇതിനകത്തേക്ക് വലിച്ചടക്കരുത്. കാരണം അവരാരും ഒരിക്കലും ഞങ്ങളോട് സംസാരിച്ചിട്ടില്ല. ഞാൻ 25 വർഷമായിട്ട് MLA ആയിട്ട് ഇരിക്കുന്നതല്ലേ. 25 വർഷമായിട്ട് MLA ആയിട്ട് ഇരിക്കുന്ന ഒരാളല്ലേ. അവരൊന്നും ഒരു കാര്യത്തിൽ ഇടപെടാറില്ല. എനിക്കെതിരെ കഴിഞ്ഞ പ്രാവശ്യം മത്സരിച്ചത് ലത്തീൻ സമുദായ അംഗമാണ്. അപ്പോഴും അവർ ആളെ ജയിപ്പിക്കാനും ഇടപെട്ടിട്ടില്ല. മനസ്സിലായില്ലേ? അവരന്നിനും ഇടപെടില്ല. അവരങ്ങനെ അവരുടെ വിഷയങ്ങൾ എന്തെങ്കിലും അവരൊക്കെ ഈ തീരപ്രദേശത്തെ വിഷയങ്ങൾ, ഇപ്പം മുനമ്പത്തെ വിഷയങ്ങൾ, പള്ളുരുത്തിലെ അല്ലാതെയൊന്നും അവരൊന്നും അങ്ങനെ വന്ന് സംസാരിക്കില്ലെന്ന്. അങ്ങനെയൊന്നും അവർ വന്ന് സംസാരിക്കുന്നവരല്ല. അവര് സംസാരിക്കുന്ന ആളുകളല്ല. അങ്ങനെ മാത്രമല്ല, അങ്ങനെ സമുദായങ്ങളല്ലല്ലോ പറയുന്നത്. പിതാക്കന്മാർ സംസാരിക്കുന്നു, മേയർ തന്നെയാണ് പ്രസംഗത്തിൽ പറഞ്ഞത്. പിതാക്കന്മാർ തനിക്ക് വേണ്ടി സംസാരിച്ചു, മേയർ തന്നെയാണ് പ്രസംഗത്തിൽ പറഞ്ഞത്. എനിക്കറിയില്ല, ഞങ്ങളോട് പറഞ്ഞിട്ടില്ല. എന്തായാലും കൊച്ചിയുടെ ഭരണം ഇതുമായിട്ട് എന്ത് ബന്ധമുള്ളൂ? വെറുതെ വേണമെങ്കിൽ ഒരു വിവാദം കൂടെ ഉണ്ടാക്കി വേറൊന്നുമില്ലെങ്കിൽ ഇത് എടുക്കുക. ഇപ്പൊ ഇന്ന് വേറെയൊക്കെ വന്നേക്കണോണ്ട് അതങ്ങ് പോയി. ഇല്ലെങ്കിൽ ഇന്നിപ്പോ വേറെ വാർത്തയൊന്നും വന്നില്ലെങ്കിൽ ഇന്നങ്ങ് ചെയ്യാം. എനിക്കറിയില്ല, അതിനെക്കുറിച്ച് എനിക്കില്ല. അവിടെ KPCCക്ക് ഒരു പ്രൊസീജിയർ ഉണ്ട്. ആ പ്രൊസീജിയർ ഞാൻ നേരത്തെ പറഞ്ഞു കൃത്യമായി പാലിച്ചിട്ടാണ് എല്ലാ സ്ഥലത്തും ഇത് ചെയ്തിരിക്കുന്നത്. എല്ലാ സ്ഥലത്തും. അല്ലാത്ത സ്ഥലത്തെ പറ്റി കംപ്ലൈൻറ്റ് ചെന്ന് കഴിഞ്ഞാൽ ചെയ്യാം. ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ പറയാൻ പാടില്ല. KPCCയുടെ പ്രൊസീജിയർ എല്ലാവരോടും വിളിച്ചൊറ്റയ്ക്ക് ചോദിച്ച് അവരുടെ ഇതാണ്. അതിൽ ഓരോരുത്തർക്ക് എത്രയാണ് കിട്ടിയെന്നും പറയാൻ പാടില്ലാത്ത ഒരാളായതുകൊണ്ട് ഞാൻ പറയുന്നില്ല. ആ പ്രൊസീജിയർ അനുസരിച്ച് മുതിർന്ന നേതാക്കൾ ഇരുന്ന് ഓരോ കൗൺസിലർമാരോട് അഭിപ്രായം ചോദിച്ചെടുത്തിരിക്കുന്ന
ഒരു തീരുമാനമാണ്. ഒരു പ്രൊസീജിയർ വയലേഷനും അവിടെ ഈ ജില്ലയിൽ എങ്ങും നടന്നിട്ടില്ല. ഏതെങ്കിലും ജില്ലയിൽ നടന്നിട്ടുണ്ടെങ്കിൽ അത് പരാതി കൊടുത്ത് അത് പാർട്ടി പരിശോധിക്കുകയും ചെയ്യും. അത്രയേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ഈ ശബരിമല സ്വർണ്ണക്കുള്ള കേസിൽ ഈ തന്ത്രിയുടെ അറസ്റ്റോട് കൂടിയിട്ട് പലരും രക്ഷിക്കാനുള്ള ശ്രമം നടക്കുന്ന ഒരു വിമർശനം നിലനിൽക്കുന്നുണ്ട്. അതായത് മുൻ മന്ത്രിയെ ചോദ്യം ചെയ്തു, അത് അവരൊന്നും അറസ്റ്റ് ചെയ്യുന്നില്ല എന്നുള്ളൊരു വിമർശനം നിൽക്കുന്നത്. ഞാൻ പറയണത്, ആരാണെങ്കിലും ഈ കേസിൽ കുറ്റം ചെയ്താൽ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം. ആരാണെങ്കിലും കൊണ്ടുവരണം. ശബരിമല തന്ത്രിയെ പോലെ ഒരാളെ അറസ്റ്റ് ചെയ്യുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഇൻവോൾവ്മെന്റ് എന്താണ് ഈ കേസിൽ, ഏത് കാര്യത്തിലാണ് അദ്ദേഹം ഈ കേസിൽ ഒരു പ്രതിയായത്, എന്തിനാണ് അറസ്റ്റ് ചെയ്തതെന്ന് പറയേണ്ട ഒരു ബാധ്യത കൂടി SITക്ക് ഉണ്ട്. അത്രയേ ഉള്ളൂ. ആരാണെങ്കിലും ഇപ്പം മന്ത്രിയെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാലും ഒരു മന്ത്രിയെ പെട്ടെന്ന് അറസ്റ്റ് ചെയ്യുമ്പോൾ എന്താണ് മന്ത്രിയുടെ പങ്കാളിത്തം, മന്ത്രിയെ അറസ്റ്റ് ചെയ്താലും തന്ത്രിയെ അറസ്റ്റ് ചെയ്താലും അവരുടെ പങ്കാളിത്തം എന്താണ് എന്ന് വ്യക്തമാക്കണം. ഇപ്പം മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരെ അറസ്റ്റ് ചെയ്ത സമയത്ത് അവരുടെ പങ്കാളിത്തം എന്താണ് എന്ന് കോടതിയിൽ വളരെ വ്യക്തമായിട്ട് പറയാറുണ്ട്. അവർ ജാമ്യാപേക്ഷ കൊടുക്കുമ്പോഴും മറ്റത്. അതുപോലെ ശബരിമല തന്ത്രി എന്ന് പറയുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ഒരാളാണ്. അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുമ്പോൾ ഏത് കാരണത്തിന്റെ പശ്ചാത്തലത്തിലാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്, എന്ത് ഗ്രൗണ്ടിലാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നതെന്ന് ഒരു പൊതുസമൂഹത്തോട് പറയുന്നത് നന്നായിരിക്കും എന്നാണ് എൻ്റെ അഭിപ്രായം. അത് നാളെ ഒരു മുൻ മന്ത്രിയെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാലും ഇത് തന്നെ വേണം. ഞാൻ വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടല്ലോ, ഞങ്ങൾ SITയുടെ പ്രവർത്തനത്തിൽ ഞങ്ങൾ ഒരു സംശയവും രേഖപ്പെടുത്തില്ല. SITയുടെ മീതെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് സമ്മർദ്ദം ചെലുത്താൻ ശ്രമിച്ചപ്പോഴാണ് ഞാൻ പറഞ്ഞത്. സമ്മർദ്ദം ചെലുത്തി അവർ ആ സമയത്ത് തെരഞ്ഞെടുപ്പ് കാലത്ത് ഇവരെ ഒന്നും ചോദ്യം ചെയ്യാതെ ഒന്ന് നീട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ചു. അത് കോടതി അത് തന്നെ പറഞ്ഞു ഇല്ലേ? തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ കോടതി അതേ അഭിപ്രായം തന്നെ പറഞ്ഞു. ഒരു മന്ദഗതിയിലായി അന്വേഷണം എന്ന് പറഞ്ഞു. അന്വേഷണം നന്നായി കൊണ്ടുപോട്ടെ. ഹൈക്കോടതി നിയമിച്ച ഒരു SIT ആണ്. ഹൈക്കോടതിയിൽ ഞങ്ങൾക്ക് പൂർണ്ണമായ വിശ്വാസമുണ്ട്. ഹൈക്കോടതി നിയമിച്ച ഹൈക്കോടതിയുടെ സൂപ്പർവിഷനിൽ നടക്കുന്ന അന്വേഷണമാണ്. ആ അന്വേഷണം നടക്കട്ടെ. പക്ഷേ ഒരാളെ അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്യുമ്പോൾ എന്താണ് അയാളുടെ പങ്ക് എന്നുകൂടി പറയുന്നത് നന്നായിരിക്കും. ഇപ്പം നിങ്ങൾക്കറിയോ? ഇല്ല. എനിക്കറിയോ? ഇല്ല. അതുകൂടി ചെയ്യണം. അതിപ്പോൾ നാളെ ഒരു മുൻ മന്ത്രിയെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാലും മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അറസ്റ്റ് ചെയ്താലും ആ കാരണം കൂടി പറയണം, എന്താണ് ഇൻവോൾവ്മെന്റ്. അത് പറഞ്ഞാൽ നന്നായിരിക്കും. അത്രയല്ല എനിക്ക് പറയാം. നിയമത്തിന്റെ വഴിക്ക് പോകും. അത്രയേ ഉള്ളൂ. രാഹുലിന് പരോക്ഷമായി കോൺഗ്രസ് പിന്തുണ നൽകുന്നുണ്ടെന്നല്ലേ? ഞാൻ ഇനി ഇത്ര നേരം പറഞ്ഞിട്ട് പിന്നെ ചോദിക്കുക. എൻ്റെ ഒന്നും കിട്ടിയില്ല. അതാണ് മറ്റേ ലീഡ് കൊടുക്കാൻ വേണ്ടി എൻ്റെ ഒന്നും കിട്ടില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വേറെ പ്രത്യേകിച്ച് ഒന്നും പറയേണ്ട ആവശ്യമില്ലെന്ന് നിങ്ങൾക്കല്ലേ ഏറ്റവും നന്നായിട്ട് അറിയാം. നിങ്ങൾക്ക് നന്നായിട്ട് അറിയാമല്ല. ജയിപ്പിച്ച ജനങ്ങളോടുള്ള ഉത്തരവാദിത്വമല്ലേ കോൺഗ്രസ് നിറവേറ്റിയത്. ഇന്ത്യയിലെ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടി ഇതുപോലെ നിലപാടെടുത്തിട്ടുണ്ടോ? അത് നിങ്ങൾ എന്താ പറയാത്ത? അതല്ലേ പറയണ്ട. ഈ മലയാള ഭാഷ ബില്ലുമായി ബന്ധപ്പെട്ട് കർണാടക സർക്കാർ വലിയ വിമർശനമാണ് ഉന്നയിക്കുന്നത്. അപ്പോൾ നമ്മുടെ സംസ്ഥാനത്തെ കോൺഗ്രസ് നേതൃത്വത്തിന് ഞങ്ങളതിന്റെ വിശദാംശങ്ങൾ പരിശോധിച്ചിട്ട് അഭിപ്രായം പറയാം. തീർച്ചയായിട്ടും നിയമസഭയിൽ എല്ലാവരും ഐക്യകണ്ഠേന പാസ്സാക്കിയ ഒരു ബില്ലാണ്. അത് പരിശോധിച്ചിട്ട് പറയാം. എന്ത് സാഹചര്യത്തിലാണ് അവരെങ്ങനെ വിമർശിക്കുന്നതെന്ന് പരിശോധിച്ചിട്ട് തീർച്ചയായിട്ടും പറയാം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.